അപ്പൊ ഇന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കളമുറങ്ങുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിപ്പ്. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് ഇന്ന് 3 മണിക്ക് തീയതി കുറിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 7 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ പക്ഷേ ഒറ്റഘട്ടമായിരിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഇന്ന് അറിയാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർക്കെ 3 മണിക്കായി കാത്തിരിക്കുകയാണ് രാജ്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പോലും അത്രമാത്രം പ്രാധാന്യമുണ്ട്. എത്ര ഘട്ടങ്ങളിലായി നടക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങൾ. നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഈ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതികളും എങ്ങനെയായിരിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 7 ഘട്ടം എന്ന വിധത്തിലാണ് ചർച്ചകൾ പര്യവസാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായിട്ടുള്ള തീയതികൾ കുറിച്ചിട്ടുണ്ട്. ആ തീയതികളായിരിക്കും 3 മണിക്ക് പ്രഖ്യാപിക്കുക. ഒരു വലിയ ജനാധിപത്യ മഹോത്സവത്തിലേക്ക് രാജ്യം എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. അതിൽ ഈ സുരക്ഷാ വിന്യാസം മുതൽ തുടങ്ങി ഇങ്ങ് അറ്റം ഈ ബൂത്തുകളുടെ ഒരുക്കം വരെയുള്ള കാര്യങ്ങളാണ് ആ പട്ടികയിൽ അങ്ങനെ നീളുന്നത്. ഇതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 30 കോടിയോളം ജനങ്ങളുടെ അഥവാ വോട്ടർമാരുടെ എണ്ണമാണ് വർദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനാനുപാതികമായിട്ടുള്ള ഘട്ടങ്ങളുടെ എണ്ണവും വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ കൂട്ടിയാൽ ഏതാണ്ട് ഒരു 7 മുതൽ 8 ഘട്ടം വരെ എന്ന രീതിയിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മീഷന് സാധിക്കുകയുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള സമയം ഒക്കെ കണക്കാക്കിയിട്ടാണ് അടുത്ത ഘട്ടത്തിന്റെ തീയതി നിശ്ചയിക്കുക. മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങൾ ഒക്കെ പരിഗണിച്ച് വേണം ഈ തീയതി തീരുമാനിക്കാനായിട്ട്. അങ്ങനെ ഉള്ള നടപടികളായിരിക്കണം പൂർത്തിയായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. 3 മണിക്ക് വാർത്താ സമ്മേളനം നടക്കും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് സമാപിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര മുംബൈയിലെ ചൈത്യഭൂമിയിലാണ് അവസാനിക്കുക. പല പ്രധാന നേതാക്കളും പാർട്ടി വിട്ടെങ്കിലും പദയാത്രയിൽ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിലെ വൻ ജനാവലിയിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് രാജ്യം ഉറ്റുനോക്കുകയുമാണ്. മുംബൈയിലെ താനെയിൽ നിന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ചേർന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീനാഥ്, ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് സമാപിക്കുന്നു. ഇന്ന് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ. അതിനെതിരെ കോൺഗ്രസ് നേരത്തെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ന്യായ് യാത്രയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ്, നീക്കങ്ങളാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പോൾ യാത്ര അവസാനിക്കുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം ആ പാർട്ടിക്കുണ്ട്? എന്താണ് താനെയിലെയും ഒപ്പം മുംബൈയിലെ പൊതുവികാരം? തന്നെ ഥാനയിലെ പര്യടനം പൂർത്തിയാക്കി ന്യായ് യാത്ര മുംബൈയിലേക്ക് കടക്കും. അതിനു മുമ്പ് 12:30 ഒരു വാർത്താ സമ്മേളനം കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക വിഷയം ഇതിൽ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ വലിയ ആവേശം ഥാനയിൽ എങ്ങും തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദാനിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇരുവരെയും ഒരു ഘട്ടത്തിൽ മോദാനി എന്ന് ഒരുമിച്ച് വിളിക്കാം എന്നുവരെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ലോകത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്, പണപ്പിരിവാണ് നടന്നിട്ടുള്ളത്. അത് BJP ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് എന്ന ആരോപണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസത്തിലേതുപോലെ ഇന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വൈകിട്ട് 4 മണിയോടെയാണ് ചൈത്യഭൂമിയിൽ അംബേദ്കറുടെ സ്മൃതി മണ്ഡപത്തിൽ ഈ യാത്ര അവസാനിക്കുന്നത്. നാളെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു വമ്പൻ റാലി മുംബൈയിലെ ശിവാജി പാർക്കിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതേസമയം ഈ മഹാരാഷ്ട്രയ്ക്കകത്ത് ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് മഹാവികാസ് അഘാഡിയിൽ സീറ്റ് ചർച്ച ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെയും NCPയുടെ മുതിർന്ന നേതാവായുള്ള ശരത് പവാറിന്റെ വീട്ടിലെത്തി സി വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ബാലാസാഹേബ് തോറാട്ട് അടക്കമുള്ളവർ എത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും സീറ്റ് ചർച്ചകൾ മുന്നണിക്കകത്ത് പൂർത്തിയായിട്ടില്ല. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ്
വിശദാംശങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്നും. പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടി കടുപ്പിക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ TDP നേതാവ് കെ കവിതയെ BRS നേതാവ് കെ കവിതയെ ED ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. എന്നാൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അച്യുതനാണ് തത്സമയം ചെയ്യുന്നത്. അച്യുതൻ, ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടി അത് തുടരുക തന്നെയാണ്. അതിലിപ്പോൾ ഇലക്ഷനൊന്നോ മറ്റോ വ്യത്യാസമില്ല. അതിനെതിരെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുമുണ്ട്. ഇന്നിപ്പോൾ കെ കവിതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ ജാമ്യം കിട്ടിയത് അത് വലിയ ആശ്വാസമാവുന്നുണ്ട് ആ പാർട്ടിക്ക്, ആം ആദ്മി പാർട്ടിക്ക്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അച്യുതൻ? പ്രജിൻ, തീർച്ചയായിട്ടും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടികൾ. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അരവിന്ദ് കെജ്രിവാളിന് ED നൽകിയത് 8 സമൻസുകളായിരുന്നു. പക്ഷേ 8 സമൻസുകളും അവഗണിച്ചുകൊണ്ടാണ് കേജ്രിവാൾ മുന്നോട്ട് പോയത്. അങ്ങനെ 7ാമത്തെ സമൻസ് അവഗണിച്ചതോടെയാണ് ED കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി അരവിന്ദ് കെജ്രിവാളിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് കേജ്രിവാൾ ഹാജരായത്. പക്ഷേ അന്ന് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് കേജ്രിവാൾ ചൂണ്ടിക്കാട്ടിച്ചത്. അതിനുശേഷം ഇന്ന് നേരിട്ട് ഹാജരാകാനായിരുന്നു മജിസ്ട്രേറ്റ് കോടതി കേജ്രിവാളിനോട് നിർദ്ദേശിച്ചത്. അങ്ങനെ സെഷൻ കോടതിയെ സമീപിച്ചെങ്കിലും ഇന്നലെ സെഷൻ കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം അത് തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് കേജ്രിവാൾ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ ഹാജരായത്. എന്തായാലും ആ EDയുടെ പരാതിയിൽ കേജ്രിവാളിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകി. അതായത് 15,000 രൂപയുടെ ബോണ്ടും അതിന് പുറമെ 1 ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് മുൻകൂർ ജാമ്യം മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമായിട്ടാണ് കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. എന്തായാലും അതിനെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു ഇടപെടലാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഒരുപക്ഷെ ED ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വിലയിരുത്തൽ പോലും ആം ആദ്മി പാർട്ടി നടത്തി. എന്തായാലും അതിനെല്ലാം തന്നെ ഈ ഒരു കോടതി ഇടപെടൽ ആശ്വാസമാകുന്നുണ്ട്. അതേസമയത്ത് കെ കവിതയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ED അല്പസമയം മുൻപാണ് റോസ് അവന്യൂ കോടതിയിൽ കവിതയെ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് കവിത പ്രതികരിച്ചത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, കോടതിയിൽ നേരിടുമെന്നുള്ളതാണ്. എന്തായാലും ആ കേസിൽ കോടതിയിൽ ഇപ്പോൾ വാദം ആരംഭിച്ചിട്ടുണ്ട്. കവിതയ്ക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൗധരിയാണ്. EDക്ക് വേണ്ടിയിട്ട് ഹുസൈനാണ് ഹാജരായിരിക്കുന്നത്. വാദം തുടരുന്നുണ്ട്. എന്തായാലും ഈ മുതിർന്ന അഭിഭാഷകന്റെ ആവശ്യപ്രകാരം 5 മിനിറ്റ് നേരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ വാദങ്ങൾക്ക് ശേഷം അറിയാം ഏതു തരത്തിലുള്ള ഇടപെടലായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. ശരി, എന്തായാലും കെജ്രിവാളിന്റെ ജാമ്യമായി BRS നേതാവ് കെ കവിതയ്ക്ക് ആ കേസിൽ എന്തായിരിക്കും കോടതിയുടെ നിരീക്ഷണമെന്ന് ഇപ്പോൾ അല്പസമയത്തിനകം അറിയാവുന്നതാണ്. അച്യുതൻ നൽകിയ വിവരങ്ങൾ. റബ്ബർ സബ്സിഡി 180 രൂപയായി വർദ്ധിപ്പിച്ചു. ബജറ്റിലെ പ്രഖ്യാപനം ധനവകുപ്പ് ഉത്തരവായി ഇറക്കിക്കഴിഞ്ഞു. 24.48 കോടി സബ്സിഡിക്കായി അനുവദിച്ചിട്ടുണ്ട്. VA ഗിരീഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഗിരീഷ്, ഇലക്ഷനാണ്, വളരെ പെട്ടെന്ന് തന്നെ ഈ ബജറ്റിലെ പ്രഖ്യാപനം അത് ഉത്തരവായി സർക്കാർ ഇറക്കുന്നു. വിവരങ്ങൾ. പ്രജൻ, ഏപ്രിൽ മുതൽ നടപ്പാകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഈ മാർച്ചിൽ തന്നെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ റബ്ബർ സബ്സിഡി 180 രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ ധനവകുപ്പ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഈ പ്രഖ്യാപനം ബജറ്റിൽ ഇടം പിടിച്ചിരുന്നു. സ്വാഭാവികമായും ഏപ്രിൽ മുതൽ റബ്ബറിന്റെ സബ്സിഡി 180 രൂപയായി വർദ്ധിക്കുകയും ചെയ്യും. വിപണി വിലയിൽ കുറവ് വരുന്ന തുക സർക്കാർ സബ്സിഡിയായി അനുവദിക്കുന്ന ഒരു സംവിധാനമാണിത്. ഏതായാലും ഇതിനുവേണ്ടി ഇപ്പോൾ 24.48 കോടി രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പ്രജിൻ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായൊരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രജിൻ, VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് ഇന്നും പാളി. മിക്കയിടത്തും മസ്റ്ററിംഗ് മുടങ്ങി. മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് ഇന്നും നാളെയും മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാനത്ത് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമവും അതിനിടെ രൂക്ഷമായി തുടരുകയാണ്. ഈ മാസം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയിട്ടില്ല. നീക്കിയിരിപ്പ് സാധനങ്ങളും തീർന്നു. ഈ മാസം ആദ്യം മുതൽ ആരംഭിച്ച കരാറുകാരുടെ സമരം അത് തുടരുകയുമാണ്. VA ഗിരീഷ് ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി.
ഗിരീഷ്, ഇന്നും മാറ്റമില്ല, മസ്റ്ററിംഗ് പാളുന്നു, അതേ കാരണം സെർവർ തകരാറ്, ഇത് തന്നെയല്ലേ? എന്താണ് ഇതിപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാരും ഭക്ഷ്യവകുപ്പും ഇടപെടാൻ പോകുന്നത്? ഒപ്പം ഈ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഒപ്പം ഈ റേഷൻ ധാന്യങ്ങളുടെ കുറവ്, ഇതെല്ലാം എപ്പോൾ പരിഹരിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ടോ? പ്രത്യേക ഇക്കാര്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു വ്യക്തമായ മറുപടി ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇന്നു മുതൽ മഞ്ഞ കാർഡുകൾക്ക് മാത്രമായി മസ്റ്ററിംഗ് നടത്താനായിരുന്നു തീരുമാനമെടുത്തത്. എന്നാൽ രാവിലെ മുതൽ തന്നെ മസ്റ്ററിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സെർവർ തകരാറാണ് കാരണം എന്നുള്ളതാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയത്. 8 മണി മുതൽ തന്നെ റേഷൻ കടകളിലും പ്രത്യേകം തയ്യാറാക്കിയ ബൂത്തുകളിലുമൊക്കെ കാർഡ് ഉടമകൾ എത്തിയെങ്കിലും നിരാശരായി മടങ്ങുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മസ്റ്ററിംഗിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാനായില്ല. തുടർന്നാണ് മസ്റ്ററിംഗ് പൂർണ്ണമായും സർക്കാർ നിർത്തിവച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനു പുറമെ റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ തുടരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ ഇനി സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. ഇതിനിടെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കരാറുകാരുടെ സമരം കാരണം ഈ മാസം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയിട്ടില്ല. നീക്കിയിരിപ്പ് സാധനങ്ങളും തീർന്നു. ഇതാണ് ഇപ്പോൾ റേഷൻ വിതരണത്തിലും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രജിൻ, ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അനുവിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടത്തുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൊച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, അടിമുടി ദുരൂഹതകളുണ്ട് അനുവിന്റെ മരണത്തിൽ. ഇപ്പോൾ ഈ കൊലപാതകമാണ് എന്നൊരു സംശയം, അത് എന്തുകൊണ്ട് ബലപ്പെടുന്നു? ഒപ്പം ഈ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? പ്രജിൻ, അനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിക്കാനുള്ള കാരണം. അനുവിന്റെ ശരീരത്ത് മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം അനുവിന്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷണം പോയതായും കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ഒരു ബൈക്കിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ബൈക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നു ുണ്ടെങ്കിൽ പേരാമ്പ്ര പോലീസിൽ വിവരങ്ങൾ നൽകണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതോടൊപ്പം അനുവിന്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവ വിൽക്കാൻ എത്തിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നാണ് ഇപ്പോൾ പോലീസ് വിട്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷണത്തിനിടയിൽ കൊലപാതകം നടന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. 2 ദിവസം കൂടി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ ആവശ്യമാണെന്നാണ് പേരാമ്പ്ര ഡിവൈഎസ്പി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അനുവിനെ സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ തോട്ടിൽ മുട്ടപ്പം മാത്രമാണ് വെള്ളമുള്ളത്. ഈ മുട്ടപ്പം വെള്ളമുള്ള തോട്ടിൽ എങ്ങനെ മുങ്ങി മരിക്കുമെന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പ്രജിൻ, ശരി രാഹുൽ, എന്തായാലും പേരാമ്പ്രയിലെ അനുവിന്റെ മരണം അത് സ്വാഭാവികമായും ഒരു സ്വാഭാവിക മരണമല്ല, അത് മുങ്ങി മരണമല്ല, അത് കൊലപാതകത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം 3 സംഘങ്ങളായി നടത്തുകയാണ് പോലീസ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അറബിക്കടലിൽ നാവികസേനയ്ക്ക് നേരെ കടൽ കൊള്ളക്കാരുടെ വെടിവെപ്പ്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ MV റുവാൻ എന്ന കപ്പൽ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ഇന്നലെയാണ് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ നാവികസേന കണ്ടെത്തിയത്. വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർ അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഇന്നിപ്പോൾ നാവികസേനയ്ക്ക് വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അധികൃതർ എന്താണ് പറയുന്നത്?
ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം കപ്പൽ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേവിക്ക് നേരെ വെടിവയ്പ് ഉണ്ടാകുകയും തുടർന്ന് നേവി തിരിച്ച് വെടിവെക്കുകയും യുദ്ധക്കപ്പലിന്റെ സഹായത്തോടു കൂടി കടൽ കൊള്ളക്കാരെ തുരത്തുകയുമായിരുന്നു. ഇതോടുകൂടി ഈ കപ്പലിന്റെ നിയന്ത്രണം നേവി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നലെയാണ് MV റുവാൻ എന്ന കപ്പലിൽ നിന്ന് നേവിക്ക് നേരെ വെടിവയ്പ് ഉണ്ടായത്. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതിയാണ് ഈ കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുക്കുകയും പിന്നീട് മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനും തട്ടിയെടുക്കാനുമുള്ള ഒരു മറയായി ഉപയോഗിക്കുകയും ചെയ്തത്. ഇന്നലെ കടൽക്കൊള്ളക്കാർ സഞ്ചരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നേവി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് വെടിവയ്പ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടാകുകയും യുദ്ധക്കപ്പലിന്റെ സഹായത്തോടെ കടൽക്കൊള്ളക്കാരെ നേവി കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ കപ്പലും മോചിപ്പിച്ചിരുന്നു. മേഖലയിൽ കടൽക്കൊള്ളക്കാർ, പ്രത്യേകിച്ച് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ INS സുമിത്ര അടക്കമുള്ള പടക്കപ്പലുകളെ വിന്യസിച്ചുകൊണ്ടാണ് നേവി മേഖലയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം മേഖലയിൽ കടൽക്കൊള്ളക്കാർക്കും വലിയ വെല്ലുവിളിയാണ്. അതിനിടയിലാണ് ഇന്നലെ നേവിക്ക് നേരെ വെടിവയ്പ് ഉണ്ടാകുകയും നേവി കടൽക്കൊള്ളക്കാരെ കീഴടക്കി കപ്പൽ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റുവാൻ എന്ന് പറയുന്ന MV റുവാൻ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസ വാർത്തയാവുകയാണ്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥും BDJS സ്ഥാനാർത്ഥികൾ. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംഗീത വിശ്വനാഥ്. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, NDAയിൽ സീറ്റ് ധാരണ പ്രകാരം 4 സീറ്റുകളാണ് BDJSന്. ആ 4 സീറ്റുകളിലും ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇന്നാണ് 2 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടായത്. അതിലൊന്നിൽ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും ശ്രദ്ധേയമാണ്. ടോബിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. എന്തായാലും NDA പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രഖ്യാപനത്തോടു കൂടി NDA പൂർണ്ണമായും ആ രീതിയിൽ ഇലക്ഷനായി ഒരുങ്ങുകയാണ്. ടോബി, BDJSന് ഉണ്ടായ 4 സീറ്റുകൾ അത് പൂർണ്ണമായും പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെന്ന് ഇന്നിപ്പോൾ 2 സീറ്റുകളുടെ പ്രഖ്യാപനമാണ് നടന്നത്. എന്താണ് വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? പ്രജിൻ, വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. കോട്ടയത്തും ഇടുക്കിയിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഇടുക്കിയിലേക്ക് പോകുമോ, ഇടുക്കിയിൽ മറ്റാരെങ്കിലും വരുമോ എന്നതടക്കമുള്ള വലിയ ചർച്ചകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്കൊന്നും പോകാതെ കോട്ടയത്ത് തന്നെ തുഷാർ മത്സരിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ചില വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം പത്തനംതിട്ടയിൽ വെച്ച് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 3 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുന്നതിന് വേണ്ടി പല ആളുകളെയും പ്രമുഖരെയൊക്കെ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുഷാർ തന്നെ കോട്ടയത്ത് മത്സരിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തതോടുകൂടിയാണ് ഔദ്യോഗികമായി തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്തേക്ക് എത്തിയത്. എന്നാൽ ഇടുക്കിയിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് വന്നത്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പല പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പ്രധാനമായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ മുണ്ടപ്പള്ളി, അതുപോലെ തന്നെ ഇടുക്കിയിൽ തന്നെയുള്ള മറ്റ് ചില പാർട്ടികളിലുള്ള നേതാക്കൾ ഒക്കെ വരുമെന്നുള്ള ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. ഒരു വനിതാ പ്രാതിനിധ്യം വേണമെന്നൊരു തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഗീത വിശ്വനാഥനിലേക്ക്, അവരുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള SNDPയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള സംഗീത വിശ്വനാഥനിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത്. ഏതായാലും 4 സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാവേലിക്കരയും അതുപോലെ തന്നെ ചാലക്കുടിയിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ബാക്കി 2 സ്ഥാനാർത്ഥികളെ കൂടി, കോട്ടയവും ഇടുക്കിയും, ആ 2 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും. അപ്പോൾ ഉയരുന്ന ഒരു വലിയൊരു ആശങ്ക, PC ജോർജ് അടക്കമുള്ളവരുടെ നിലപാടുകൾ വലിയൊരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ BJP നേതൃത്വം ഒരു തീരുമാനമെടുക്കണമെന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മളോട് പറഞ്ഞത്. പ്രജിൻ, ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
നാട്ടിൽ കനത്ത ചൂടാണ്. അതോടൊപ്പം തന്നെ AC-യുടെയും ഫാനിന്റെയും ഉപയോഗം കൂടുന്നുമുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തുടർച്ചയായ 5-ാം ദിവസവും വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ്. 101.18 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. അതുകൊണ്ട് കരുതലോടെ ഉപയോഗിക്കാം വൈദ്യുതി എന്നതാണ് നമുക്ക് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.